ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പോയിന്റ് അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആവറേജ് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന ടോപ്പിക്കാണ് അല്ലേ. നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ കൗണ്ട് ആണ്. നമ്മൾ തന്നിരിക്കുന്ന സംഖ്യയുടെ ടോട്ടൽ കണ്ടുപിടിക്കും, അവിടെ എത്ര സംഖ്യകൾ ഉണ്ടെന്ന് നോക്കും, അത് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും. നമ്മൾ എല്ലാത്തിനെയും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ആവറേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് 3 പേരെ എടുക്കാം. എ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ 10 ടോയ്സ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ 20 ടോയ് ഉണ്ട്, സി എന്ന് പറയുന്ന ആളുടെ കയ്യിൽ 30 ടോയ് ഉണ്ട്. ഇവിടെ ആവറേജ് ശരിക്കും എത്രയാണ്? 30 പ്ലസ് 20 പ്ലസ് 10 എത്ര വരും? 60. കൗണ്ട് എത്രയാണ്? 3 പേര് അല്ലെ, എ ബി സി 3 പേര്. അപ്പം 60 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് എനിക്ക് ആവറേജ് എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കൂ, 10, 20, 30. ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണ്? 10. ഏറ്റവും വലിയ വാല്യൂ 30. നമ്മുടെ ആവറേജ് എത്രയാണ്? 20. അപ്പൊ നമുക്ക് പറയാലോ, ആവറേജ് എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് വാല്യൂവിന്റെയും ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിന്റെയും ഇടയിലായിരിക്കും. റൈറ്റ്. രണ്ടാമത്തത്, ഈ വലിയ വാല്യൂ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിലുള്ള എമൗണ്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കും. നമുക്കറിയാലോ, ബിയുടെ എത്രയാണ്? 20 ആണ്, സി എത്രയാണ്? 30 ആണ്. പക്ഷെ എക്ക് എത്രയാണ്? 10 ഉള്ളൂ. ബിയുടെ കയ്യിലുള്ള അല്ലെങ്കിൽ സിയുടെ കയ്യിലുള്ള ബാക്കി വരുന്ന 10, ആവറേജ് 20 ആണ്, സിയുടെ കയ്യിൽ 30 ഉള്ളത് കൊണ്ട് ബാക്കി വരുന്ന 10 ആർക്ക് കൊടുക്കും? എക്ക് കൊടുത്തിട്ട് എല്ലാവരെയും ഈക്വലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം ശരിക്കും ആവറേജിന് വലിയ വാല്യൂസ് എന്ത് ചെയ്യും? ചെറിയ വാല്യൂസിന് അവരുടെ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് എല്ലാത്തിനെയും ഈക്വലൈസ് ആക്കും. നമുക്ക് ആവറേജിനെ മീൻ വാല്യൂ എന്നും കൂടെ പറയും. ഇതാണ് ആവറേജിനെ പറ്റി നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വരൂ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 50 നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ്. അതിനു മുന്നേ നമുക്ക് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ കൗണ്ട് ആണ്. സോ നമുക്കിവിടെ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ടോട്ടലി അറിയണം, എത്ര കൗണ്ട് ആണെന്ന് പറയണം. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇക്വേഷൻ പ്രകാരം എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് സമ്മ് കിട്ടും അല്ലെ. n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ n ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം നമ്മൾ? 50. സോ നമുക്ക് ഇത് എന്ത് വരും? 50 ഇൻറ്റു 51 ഡിവൈഡഡ് ബൈ 2. റൈറ്റ്. സോ 52 എത്ര തവണ പോകും? 25 ടൈംസ് അല്ലെ. സോ ഇത് നമുക്ക് എന്ത് കിട്ടും? 25 ഇൻറ്റു 51 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? സമ്മ് കിട്ടി, അതായത് ടോട്ടൽ. നമ്മുടെ ചോദ്യം ആവറേജ് കണ്ടുപിടിക്കാനല്ലേ. നമുക്ക് കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം, 50. സോ 25 ഇൻറ്റു 51 സമ്മും ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യണം? 50 ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ 50 25 എത്ര തവണ പോകും? 2 ടൈംസ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 51 ഡിവൈഡഡ് ബൈ 2, അതായത് 51ന്റെ പകുതി. നമുക്ക് എത്ര കിട്ടും? 25.5. 25 അല്ലെ, 25.5 എന്ന് എനിക്ക് ആൻസർ കിട്ടും. റൈറ്റ്. ഓക്കെ. സോ ഇതാണ് നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് ഇത് ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ നോക്കാം. അതിന് മുന്നേ നമുക്ക് ചെറിയ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് ഇപ്പൊ നമ്മളോട് പറയാണ് കൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. അതായത് നമുക്കറിയാം 1 2 3 4 5 ഈ 5 നമ്പർ ആണെന്ന് വിചാരിച്ചോ, കൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തുണ്ട്? കൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യ. ഏതൊക്കെ വരും? 1 3 5 7 and 9. കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഉണ്ട്. എന്താണ് കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്? ഇരട്ട സംഖ്യ. ഏതൊക്കെ വരും? 2 4 6 8 10. സോ ഈ കൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ആവറേജ് എത്ര ആയിരിക്കും? ടോട്ടൽ ഡിവൈഡഡ് ബൈ കൗണ്ട്. 1 + 2 3 3 + 3 6 6 + 4 10 10 + 5 15 15 ഡിവൈഡഡ് ബൈ കൗണ്ട് അല്ലെ. 1 2 3 4 5 15/5 എത്ര വരും എനിക്ക്? 15/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആവറേജ് എനിക്ക് 3 എന്ന് കിട്ടും. അതുപോലെ തന്നെ കൺസിക്യൂട്ടീവ് ഓഡ് ആണെങ്കിലോ 1 + 3 4 4 + 5 9 9 + 7 എത്രയാണ്? 16 16 + 9 എത്ര വരും? 25. എനിക്ക് ടോട്ടൽ എത്ര കിട്ടും? 25. ആവറേജ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ കൗണ്ട് 1 2 3 4 5 25/5 എന്ന് പറയുന്നത് എനിക്ക് എത്ര കിട്ടും? ആവറേജ് 5. കൺസിക്യൂട്ടീവ് ഈവൻ ആണെങ്കിലോ 2 + 4 6 6 + 6 എത്ര വരും? 12 12 + 8 20 20 + 10 30. സോ സം എനിക്ക് 30 വരും. കൗണ്ട് എത്രയാണ്? 5. 30 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? എനിക്ക് 6 കിട്ടും. നമ്മൾ ഇത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 5 എണ്ണത്തിന് ആവറേജ് 3 അല്ലേ. അതിനർത്ഥം 3 എനിക്ക് എവിടെയുള്ളത്? ഇവിടെ. കൺസിക്യൂട്ടീവ് ഓഡിന്റെ ആവറേജ് 5 5 എവിടെയുള്ളത്? ഇവിടെ. കൺസിക്യൂട്ടീവ് ഈവന്റെ ആവറേജ് 6 6 എവിടെയുള്ളത്? ഇവിടെ. ഇതിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലാവും?
കൺസിക്യൂട്ടീവ് നമ്പർ ആണെങ്കിൽ അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വരും? അതിന്റെ മിഡിൽ ഡിജിറ്റ് ആയിരിക്കും. കൺസിക്യൂട്ടീവ് ഓഡ് ആണെങ്കിൽ അതിന്റെ ആവറേജ് മിഡിൽ ഡിജിറ്റ് ആയിരിക്കും. ഈവൻ ആണെങ്കിൽ മിഡിൽ ഡിജിറ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ 5 ഡിജിറ്റ് എടുത്തത് അല്ലെ? 5 ഡിജിറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് കറക്റ്റ് ഒരു മിഡിൽ വാല്യൂ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് 6 ഡിജിറ്റ് ആണെങ്കിലോ? ഇത് 1 2 3 4 5 6 6 വന്നു. ഇതിന്റെ ആവറേജ് എവിടെ വരും? ഇവിടെ ഞാൻ 2 വിട്ടു, ഇവിടേക്ക് ഞാൻ 2 വിട്ടു, എനിക്ക് 2 മിഡിൽ വരും അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പം ഈ 10ഉം കൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ആണെങ്കിൽ ഇവിടെ 10ഉം 12ഉം ആണ് നമ്പർ എങ്കിൽ ഇതിന്റെ മിഡിലുള്ള വാല്യൂ ആയിരിക്കും എന്ത്? ആവറേജ്. 10ന്റെയും 12ന്റെയും ഇടയിലുള്ള വാല്യൂ ഏതാ? 11. അല്ലെങ്കിൽ 10 + 12 22ന്റെ പകുതി 11 വരും. റൈറ്റ്. ഇനിയിപ്പം കൺസിക്യൂട്ടീവ് നമ്പർ ആണെങ്കിലോ 10ഉം 11 ആയിരുന്നെങ്കിലോ നടുവിൽ വരുന്നത് ഇത് 2 ഒഴിവാക്കി എനിക്ക് സെൻട്രലിൽ 10ഉം 11 വന്നു. 10ന്റെയും 11ന്റെ ആവറേജ് അല്ലെങ്കിൽ അതിന്റെ സെൻട്രലുള്ള വാല്യൂ എത്ര വരും? 10.5. ഓർ 10 + 11 21. 21ന്റെ പകുതി 10 കിട്ടും. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നോക്ക്, നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം നമുക്ക് കൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 1 to 50 വരെയുള്ള നമ്പേഴ്സ് അല്ലേ? 1 to 50 വരെയുള്ള നമ്പേഴ്സ് ആണ്. സോ ഇതിന്റെ ആവറേജ് എന്ത് വരും? ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 നമ്പേഴ്സ് ഉണ്ടാവും സെൻട്രൽ അല്ലെ? ഇവിടെ ഇപ്പൊ 25 ആണ് സെൻട്രൽ ആണെങ്കിൽ ഇങ്ങോട്ട് എത്ര നമ്പർ വരും? 24. 25ഉം 26 എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്ര നമ്പേഴ്സ് വരും? 24 നമ്പേഴ്സ് ഉണ്ടാവും. സോ സെൻട്രൽ ഡിജിറ്റ് എനിക്ക് വരും ഏതൊക്കെയാണ്? 25 26 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാലോ ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സെൻട്രലുള്ള വാല്യൂ ആയിരിക്കും. ഇതിന്റെ സെൻട്രലുള്ള വാല്യൂ എത്രയാണ്? 25.5 അല്ലെ? വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ ഒന്നും ആലോചിക്കാൻ നമ്മൾ സെൻട്രൽ ഡേറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. റൈറ്റ്. സോ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പോവാം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എത്ര വരും? ഓപ്ഷൻ എ 25.5. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 10 ഈവൻ നമ്പേഴ്സ്. സെയിം പോലെ നമുക്ക് ചെയ്യാം. 10 ഈവൻ നമ്പേഴ്സിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആവറേജ്. 10 ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ സെൻട്രൽ ഏതൊക്കെ വരും? 2 ഇങ്ങനെ തുടങ്ങിയിട്ട് 10 ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര വരും? ലാസ്റ്റ് 20 വരും അല്ലെ? സെൻട്രൽ ഡിജിറ്റ് ഏതൊക്കെ വരും? ഈവൻ നമ്പർ ആയതുകൊണ്ട് 10 ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 വരും സെൻട്രൽ അല്ലെ? ഇവിടെ ഇപ്പൊ 2 വരികയാണെങ്കിൽ ഇങ്ങോട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 4. ഇങ്ങോട്ട് 1 2 3 4 4. ടോട്ടൽ 8 ആയി. ഈ സെൻട്രൽ ഡിജിറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? 10ഉം 12ഉം. ഇങ്ങോട്ട് 4, അങ്ങോട്ട് 4. സോ ആവറേജ് എനിക്ക് പറഞ്ഞൂടെ? 10ന്റെയും 12ന്റെ ഇടയിലുള്ള വാല്യൂ ഏതാ? 11. ഓപ്ഷനിലേക്ക് നോക്ക്. ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ സി 11 നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. റൈറ്റ്. നമുക്ക് അടുത്ത പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിന്റെ സെയിം തന്നെയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ് അല്ലെ? 20 ഓഡ് നമ്പേഴ്സ് ആണ്. ഇതിന്റെ മിഡിൽ ഡിജിറ്റ് ഏതൊക്കെ ആയിട്ടായിരിക്കും വരിക? സ്റ്റാർട്ടിംഗ് വിത്ത് 1 ആയിരിക്കും. കാരണം ഓഡ് നമ്പേഴ്സ് അല്ലേ? സോ ഇങ്ങനെ പോയിട്ട് 2 3 4 5 6 7 8 9 10 അല്ലെ? 10 എടുക്കുകയാണെങ്കിൽ എത്രാമത്തെ നമ്പർ ആയിരിക്കും സെൻട്രൽ വരെ? 20 ഓഡിൽ 10 ആയിരിക്കില്ലേ? ഇരട്ട സംഖ്യയാണ് നമ്പേഴ്സ്. 20 ആണെങ്കിൽ 2 വരും. 20 അല്ലെ? 10ാമത്തതും 11ാമത്തെ നമ്പർ വരും. സ്റ്റാർട്ടിംഗ് വിത്ത് 1 ആണ്. 10ാമത്തെ നമ്പർ എത്ര ആയിരിക്കും? 9. 9 × 2 18 1 19 ആയിരിക്കും അല്ലെ? അടുത്ത ഓടെ ഏതായിരിക്കും? 21 അല്ലെ? ഇനി ഇങ്ങോട്ട് ബാക്കിയുള്ള 9 നമ്പേഴ്സും കൂടെ വരും. അപ്പൊ 9ഉം 9ഉം 18ഉം 2ഉം 20 ആയിട്ട് മാറും അല്ലെ? 3 4 5 6 7 8 9 അല്ലെ? അത് നമ്മൾ എഴുതാൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. കാരണം നമുക്ക് മിഡിൽ ഡിജിറ്റ് മാത്രം കിട്ടിയാൽ മതി. 19ന്റെയും 21ന്റെയും ഇടയിലുള്ള നമ്പർ ഏതായിരിക്കും? ഒബ്വിയസ്ലി ഏതാ? 20. കഴിഞ്ഞു അല്ലെ? ഓപ്ഷനിലേക്ക് നോക്ക്. എത്രയാണ്? ഓപ്ഷൻ എ 20 എന്ന് നമുക്ക് ആൻസർ കിട്ടും. റൈറ്റ്. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ആവറേജ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. നമ്മൾ ഇത്ര നേരം നോക്കിയിട്ടുണ്ടായിരുന്നത് കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിരുന്നു. ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സ്, ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ്, ഫസ്റ്റ് 10 ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ കൺസിക്യൂട്ടീവ് ആണ്. ഇവിടെ എന്താണ്? നമുക്ക് ഫസ്റ്റ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്, സ്ക്വയേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n × n + 1 × n + 2n + 1 ഡിവൈഡഡ് ബൈ 6 ആണ്. n × n + 1 × 2n + 1 ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? സം അഥവാ എന്ത് കിട്ടും? ടോട്ടൽ കിട്ടും. റൈറ്റ്. ഈ ആവറേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡിവൈഡഡ് ബൈ കൗണ്ട് വരും. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് എനിക്ക് എത്രയാണ്? 20. ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും n ന്റെ സ്ഥാനത്ത് 20 × 20 + 1 × 2 × 20 + 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? എനിക്ക് 6 വരും അല്ലെ? 20 + 1 എന്ന് പറഞ്ഞാൽ 21 ആവും. സോ 20 × 21 × 2 + 20 40 40 + 1 41 ആയിട്ട് മാറും ഡിവൈഡഡ് ബൈ 6. ഇതെനിക്ക് എന്താ കിട്ടുക? സം ആണ് കിട്ടുക അല്ലെ? എന്റെ സം എനിക്ക് വരും. ഇവിടെ കോമൺ ആയിട്ട് 21ലും 6ലും 3 ഉണ്ട്. 6ൽ 3 2 തവണ, 21ൽ 3 7 തവണ, 2 20ൽ 10 തവണ. റൈറ്റ്. ബാക്കി ആരൊക്കെ ഉണ്ടാവും?
10ഉം 7ഉം 41. 10 × 7 70. 70 × 41. 70 × 41 എനിക്ക് എന്ത് കിട്ടും? എന്റെ സമ്മ് കിട്ടും. പക്ഷെ നമ്മളിത് ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്താ നമുക്ക് ചെയ്യേണ്ടത്? ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ ഡിവൈഡഡ് ബൈ കൗണ്ട് ആണ്. കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 നമ്പേഴ്സിന്റെ അല്ലേ? 20 നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഡിവൈഡ് ബൈ കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? 20 വരും. റൈറ്റ്. 0യും 0യും കട്ട് ചെയ്തിട്ട് പോകും. ബാക്കി ആരൊക്കെയുണ്ട്? 71 × 7 × 41. നമുക്ക് ഇതിന് സ്പ്ലിറ്റ് ആക്കാം. 40യും 1ഉം. 40 × 7 എന്ന് പറയുമ്പോൾ എന്ത് വരും? 7 × 4 28 ആണ്. അപ്പൊ 40 ആകുമ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കണം. സോ 280 പ്ലസ് എന്ത് വരും? 7 × 1 7. നമുക്ക് എന്ത് കിട്ടും? 287 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. റൈറ്റ്. ഇതൊക്കെ നമുക്ക് മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കി എഴുതിയിട്ടുള്ളത്. സോ 287/2 കിട്ടും. ബാക്കി എന്തുണ്ടോ? 28ന്റെ പകുതി 14, 7ന്റെ പകുതി 3.5. സോ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 143.5. റൈറ്റ്. ഓപ്ഷനിലേക്ക് നോക്ക്. ക്വസ്റ്റ്യൻ 4ന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് വരും? 143.5, വിച്ച് ഈസ് ഓപ്ഷൻ ഡി അല്ലെ? നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. എന്താ പറയുന്നത് ക്വസ്റ്റ്യൻ? ദ ആവറേജ് ഓഫ് 5 കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? എ ബി സി ഡി ഇ ഈസ് 52. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ബി ആൻഡ് ഇ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നമ്പേഴ്സ് ഏതൊക്കെയാണ്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു അല്ലെ? കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, കൺസിക്യൂട്ടീവ് ഈവൻ ആൻഡ് കൺസിക്യൂട്ടീവ് ഓഡ്. സെയിം പ്രോബ്ലം ആണ്. നമുക്ക് നോക്കാം. 5 കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആണ്. എന്ത് നമ്പർ ആണ്? ഈവൻ നമ്പർ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈവൻ ആണോ ഓഡ് ആണോ നമ്പേഴ്സ് ആണോ എന്നുള്ളത് നമുക്ക് ബോധം വേണം. ഓക്കെ. ഇവിടെ നമ്മളോട് പറഞ്ഞു എന്താണ്? 5 നമ്പറിന്റെ ആവറേജ് എത്രയാണ്? 52. ആവറേജ് തന്നു 52. ഇവിടെ 5 നമ്പർ എ ബി സി ഡി ഇ. ഇതിൽ ഏതായിരിക്കും ആവറേജ് ആയ 52? ഏതായിരിക്കും? 5 നമ്പർ അല്ലേ? ഞാൻ പറഞ്ഞു കൺസിക്യൂട്ടീവ് ഈവൻ അല്ലെങ്കിൽ ഓഡ് ആണെങ്കിൽ അതിന്റെ മിഡിൽ നമ്പർ ആയിരിക്കും ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത്. ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 എണ്ണമാണ്. അപ്പൊ സെൻട്രൽ നമുക്ക് കറക്റ്റ് ഒരു നമ്പർ കിട്ടും. 2 എണ്ണാണെങ്കിൽ നമുക്ക് ഈവൻ നമ്പർ ആണെങ്കിൽ ആവറേജ് 2 എണ്ണം വരും അല്ലെ? ഇവിടെ ഏതാണ് ആവറേജ്? സി ആണ്. റൈറ്റ്. എ ബി സി ഡിയിലെ സി ആണ് ഇതിന്റെ ആവറേജ്. അങ്ങനെയാണെങ്കിൽ 52 എന്ന് പറയുന്നത് എന്തായിരിക്കും? സി ആയിരിക്കും. കൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡി എന്ത് വരും? 54 ആയിരിക്കും. ഇ എന്ത് വരും? 56 ആയിരിക്കും. ബി എന്ത് വരും? കുറയ്ക്കണം, 50 വരും. എ എന്ത് വരും? 48. റൈറ്റ്. കഴിഞ്ഞു. നമ്മുടെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ബി ആൻഡ് ഇ? ബിയും ഇയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും എന്നുള്ളതാണ് ചോദ്യം അല്ലെ? 50 × 56 എത്ര എന്നല്ലേ ചോദ്യം? 50ന്റെ 0 എന്തായാലും അവസാനം പോയി കിടക്കും. ബാക്കിയുള്ളത് 56 × 5. 50 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 2500. 6 × 5 30. അപ്പൊ എത്ര വരും? 250 30 280. സോ 280യും 0യും 2800 എന്ന് എനിക്ക് കിട്ടും. ഓപ്ഷനിലേക്ക് നോക്ക്. ഓപ്ഷൻ ഏത് വരും? 2800 വരുന്നത് ഓപ്ഷൻ എ വരും. അടുത്ത പ്രോബ്ലം. എ സ്റ്റുഡന്റ് ബോട്ട് 4 books for 180 from one book shop and 6 books for 150 from another. The average price he paid per book was എന്നുള്ളതല്ലേ ചോദ്യം. ഓക്കെ. നമുക്ക് ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നു? എ സ്റ്റുഡന്റ് 4 ബുക്ക് ഫോർ 120. ഒരു സ്ഥലത്ത് നിന്നും 4 ബുക്ക് അല്ലെ? 4 ബുക്ക് എത്ര രൂപയ്ക്ക് വാങ്ങി? 120 രൂപയ്ക്ക് വാങ്ങി. ഓക്കെ. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? 6 ബുക്ക് 150. വേറൊരു സ്ഥലത്ത് നിന്നും 6 ബുക്ക് എത്ര രൂപയ്ക്ക് വാങ്ങി? 150 രൂപയ്ക്ക് വാങ്ങി. അപ്പൊ ടോട്ടൽ ഇവൻ എത്ര ബുക്ക് വാങ്ങി? 4 × 6 10 ബുക്ക് അല്ലെ? ടോട്ടൽ ഇവൻ എത്ര രൂപ കൊടുത്തു? 120 + 150 270 രൂപ കൊടുത്തു. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഡിവൈഡഡ് ബൈ കൗണ്ട്. നമുക്ക് ടോട്ടൽ എത്ര രൂപ കൊടുത്തെന്ന് അറിയാം. കൗണ്ട് അറിയാം. എത്ര ബുക്ക് വാങ്ങിയെന്ന് അറിയാം. 10. ആവറേജ് കണ്ടുപിടിച്ചൂടെ? ടോട്ടൽ ഡിവൈഡഡ് ബൈ കൗണ്ട് ആണ് എന്ത്? ആവറേജ് എന്ന് പറയുന്നത്. ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 270 ആണ്. കൗണ്ട് എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 ഡിവൈഡഡ് ബൈ 270 ഡിവൈഡഡ് ബൈ 10. 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ 27. ഓപ്ഷൻ നമ്മൾ ഏത് പിക്ക് ചെയ്യും? 27 ഓപ്ഷൻ സി. റൈറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. A class has 20 boys and 30 girls. The average age of boys is 11 years and that of girls is 12 years. What is the average age of whole class എന്നുള്ളതാണ്. ഈ ക്ലാസ്സിൽ ആരൊക്കെയുണ്ട്? ബോയ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്? ഗേൾസ് ഉണ്ട് അല്ലെ? ഓക്കെ. എത്ര ബോയ്സ് ഉണ്ട് അവിടെ? 20 ബോയ്സ്. 20 ബോയ്സും 30 ഗേൾസും ആണ്. റൈറ്റ്. ഓക്കെ.
ആവറേജ് ഏജ് ഓഫ് ബോയ്സ് എത്രയാണ്? കൗണ്ട് തന്നു, ആവറേജ് തന്നു. ആവറേജ് എത്രയാണ് പറയുന്നത്? ബോയ്സിന്റെ 11 ഇയേഴ്സ് അല്ലെ, 11 ഇയേഴ്സും ദാറ്റ് ഓഫ് ഗേൾസ് 12 ഇയേഴ്സും, 12 വയസ്സുമാണ്. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം വാട്ട് ഈസ് ആവറേജ് ഏജ് ഓഫ് ദ ഹോൾ ക്ലാസ് എന്നുള്ളതല്ലേ? ഓക്കെ, ഹോൾ ക്ലാസ് നമുക്ക് കണ്ടുപിടിക്കുന്നത് നമുക്ക് എന്ത് വേണം? ടോട്ടൽ അറിയണം അല്ലെ. ഇവിടെ നോക്ക്, 20 ബോയ്സിന് 11 ഏജ് എങ്കിൽ ടോട്ടൽ എത്ര വരും? ടോട്ടൽ എത്ര വരും? നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടോട്ടൽ ഡിവൈഡഡ് ബൈ കൗണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീന് എവിടെ വെച്ച് കഴിഞ്ഞാൽ സി എങ്ങോട്ട് പോകും? എന്റെ അടുത്തേക്ക് പോകും. എന്തായിട്ട് പോകും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് പോകും. ആവറേജ് ഇൻറ്റു കൗണ്ട് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കിട്ടും. സോ കൗണ്ട് ഇൻറ്റു ആവറേജ് എത്രയാണ്? 20 × 11 നമുക്ക് എത്ര കിട്ടും? 220. 10 × 20 200, 1 × 20 20, 220 ആയിട്ട് മാറും. ഇവിടെ 12 × 30 എത്ര വരും? 10 × 30 300, 2 × 30 60. ടോട്ടൽ എത്ര വരും? 360. റൈറ്റ്. അപ്പൊ ഹോൾ ക്ലാസിന്റെ ടോട്ടൽ എത്ര വരും? 220 പ്ലസ് 360 ആഡ് ചെയ്ത് എനിക്ക് എത്ര കിട്ടും? 085. 580 ആണ് എന്ത്? എന്റെ ടോട്ടൽ. ടോട്ടൽ എത്ര പേരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ? 20 30, ടോട്ടൽ 50 കുട്ടികൾ അല്ലെ? ടോട്ടൽ 50 കുട്ടികൾ. ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിവൈഡ് ബൈ കൗണ്ട് അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടും? 580 ഡിവൈഡഡ് ബൈ 50 എന്ന് കിട്ടും. 0 0 കട്ട് ചെയ്തിട്ട് പോകും. റൈറ്റ്. 5 5 ഒരു തവണ, ബാക്കി 0. 8 ഒരു തവണ, ബാക്കി 3. 3 പോയില്ല, പോയിന്റ് ഇട്ട് കൊടുത്തു. 0 ആഡ് ചെയ്ത് കഴിഞ്ഞു. 30 5 പോയ എത്ര തവണ പോകും? 6 തവണ. എനിക്ക് ആവറേജ് എത്ര കിട്ടും? 11.6 എന്ന് എനിക്ക് കിട്ടും. ഓപ്ഷൻ 7 ഏത് വരും? ഓപ്ഷൻ എ എന്ന് എനിക്ക് ആൻസർ കിട്ടും. റൈറ്റ്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 10 kg rice priced at ₹12 per kg is mixed with 6 kg of rice priced at ₹16 per kg. Find the average price of whole mixture എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ എന്തൊക്കെ തന്നു? 10 kg റൈസ് എത്രയാണ്? 10 kg റൈസിന് 1 കിലോയുടെ പ്രൈസ്, 1 കിലോയുടെ പെർ കെ ജി പ്രൈസ് എത്രയാണ്? 12 രൂപ അല്ലെ? അപ്പം 10 കിലോയ്ക്ക് 1 കിലോയ്ക്ക് 12 രൂപയാണെങ്കിൽ ടോട്ടൽ എത്ര വരും? 10 × 12 120 രൂപ ടോട്ടൽ കൊടുക്കണം. എന്തിന്? 10 കിലോ റൈസിന്. കാരണം 1 കിലോന്റെ വില 12 രൂപ. അടുത്തതോ, മിക്സ്ഡ് വിത്ത് 6 kg ഓഫ് റൈസ് പ്രൈസ് വിത്ത് 16 per kg. അടുത്ത 6 കിലോ റൈസ്, വേറെ വെറൈറ്റി ഓഫ് റൈസ് എന്ത് ചെയ്തു? മിക്സ് ചെയ്തു. എവിടേക്ക്? 16 രൂപ പെർ കെ ജി. 1 kg എത്ര രൂപയാണ് ഇവിടെ? 16 രൂപ. 1 കിലോയ്ക്ക് 16 ആണെങ്കിൽ 6 കിലോയ്ക്ക് എത്ര രൂപ വരും? 6 × 16 എത്ര വരും? 96 രൂപ. റൈറ്റ്. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര രൂപ കൊടുത്തു? 120 96. എത്ര രൂപ? 0 + 6 6 വരും. 2 + 1 11 വരും. 1 + 1 2. 216 രൂപ ടോട്ടൽ കൊടുത്തു. എന്തിനാണ് 216 രൂപ ടോട്ടൽ കൊടുത്തിട്ടുള്ളത്? 10 കിലോ പ്ലസ് 6 കിലോ ടോട്ടൽ 16 കിലോയ്ക്കാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? 216 രൂപ. അങ്ങനെയാണെങ്കിൽ എന്താ ചോദ്യം? ആവറേജ് പ്രൈസ് അല്ലേ? ടോട്ടൽ ഡിവൈഡഡ് ബൈ കൗണ്ട്. ടോട്ടൽ എത്രയാണ്? 216. കൗണ്ട് എത്രയാണ്? 16 കിലോ. ഡിവൈഡഡ് ബൈ 16 ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? 21 ൽ 16 ഒരു തവണ പോകും. ബാക്കി എത്ര വരും? 56 വരും. 56 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 56 ൽ 16 എത്ര തവണ പോകും? 16 32 48. 16 × 3 എത്രയാണ്? 48 ആണ്. 56 ൽ ബാക്കി 48 പോയി കഴിഞ്ഞാൽ ബാക്കി 8. 80 ൽ 16 എത്ര തവണ പോകും? 16 × 10 160 ആണ്. 160ന്റെ പകുതിയാണ് ആര്? 80. അങ്ങനെയാണ് എനിക്ക് പറഞ്ഞൂടെ? 5 ടൈംസ് പോകും. 13.5 അല്ലെ? സോ എനിക്ക് എന്ത് വരും? ഓപ്ഷൻ സി 13.5 എന്ന് എനിക്ക് ആൻസർ വരും. ക്ലിയർ? നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. The average of 6 number is 8. What is the 7th number so that average becomes 10? എന്താ പറഞ്ഞിട്ടുള്ളത്? Average of 6 number. 6 നമ്പറിന്റെ ആവറേജ് എത്രയാണ്? 8. 6 നമ്പറിന്റെ ആവറേജ് 8 ആണെങ്കിൽ ടോട്ടൽ എത്ര ആയിരിക്കും? ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഇൻറ്റു കൗണ്ട് അല്ലേ? 6 × 8 ടോട്ടൽ എനിക്ക് എത്ര കിട്ടും? 48. 6 8 48. പിന്നെ എന്ത് പറഞ്ഞു? What is the 7th number so that the average become 10? 6 എണ്ണത്തിന്റെ 8 ആണെങ്കിൽ 7 എണ്ണത്തിന്റെ ആവറേജ് എത്രയാണ്? 10 ആയി. അപ്പം 7 എണ്ണത്തിന്റെ ആവറേജ് 10 ആണെങ്കിൽ ടോട്ടൽ എത്ര വരും? 7 × 10 70. ഓക്കെ. എന്നിട്ട് ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ 7th നമ്പർ? 6 നമ്പറിന്റെ ടോട്ടൽ 48, 7 നമ്പറിന്റെ ടോട്ടൽ 70 അല്ലേ? സോ ഇവിടെ 48 70 ആവാനുള്ള കാരണം എന്താണ്? ഒരു നമ്പർ കൂടിയതല്ലേ? അപ്പൊ 7ാമത്തെ നമ്പർ അല്ലേ ഇവിടെ ഉള്ള ചേഞ്ച് വരാനുള്ള കാരണം?
ഇവിടെ എത്ര ചേഞ്ച് വന്നു? 70 മൈനസ് 48 എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 22. ഈ 22 അല്ല ഈ 7th നമ്പർ അപ്പം അല്ലെ? 7ാമത്തെ നമ്പർ എത്രയായിരിക്കും അപ്പം? 22 ആയിരിക്കും. ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ ആലോചിക്കാം? 6 നമ്പറിന്റെ ആവറേജ് എത്രയാണ്? 8. പുതിയൊരു നമ്പർ വന്നു, അപ്പൊ ടോട്ടൽ എത്രയായിട്ട് മാറി? 6 1 7 നമ്പർ. ഈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ാമത്തെ നമ്പർ ആണ്. ടോട്ടൽ 6, 1 വന്നപ്പോൾ ടോട്ടൽ എത്ര നമ്പറായി? 7 നമ്പറായി. അപ്പൊ നമുക്ക് ഈ വന്ന ഈ നമ്പറിന്റെ ആവറേജ് അല്ല കണ്ടുപിടിക്കേണ്ടത്. ഈ 7 നമ്പറിന്റെ ആവറേജ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നു? 10 തന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ വന്ന ഈ 7ാമത്തെ നമ്പർ 8 ആണ് ആവറേജ് കൊണ്ടുവരുന്നതെങ്കിൽ 7 നമ്പറിന്റെ ആവറേജ് 8 ആവൂലായിരുന്നോ? അല്ലെ? 7 നമ്പറിന്റെ ആവറേജ് 8 ആവുമായിരുന്നു. പക്ഷെ ഇവിടെ 8 ആയില്ല, ആവറേജ് കൂടി, 10 ആയിട്ട് കൂടി. 10 ആയിട്ട് കൂടാനുള്ള കാരണം എന്താണ്? ഇവൻ 8 അല്ല കൊണ്ടുവന്നത്, 8നേക്കാൾ കൂടുതൽ കൊണ്ടുവന്നു. എത്ര കൂടുതൽ കൊണ്ടുവന്നു? പണ്ട് ആവറേജ് 8 ആയിരുന്നു, ഇപ്പൊ ആവറേജ് 10 ആയി. എത്ര കൂടി ആവറേജ്? 2 വെച്ചിട്ട് കൂടി. എത്ര പേർക്ക് കൂടി? 7 പേർക്ക് കൂടി അല്ലെ? 7 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 14. അപ്പൊ ഇവൻ 8 മാത്രമല്ല കൊണ്ടുവന്നത്, പണ്ടത്തെ 8ഉം കൊണ്ടുവന്നു. 7 പേർക്ക് 2 വെച്ചിട്ട് 14 കൊണ്ടുവന്നു കഴിഞ്ഞാൽ 8 + 14 എത്ര കൊണ്ടുവന്നു? 22 കൊണ്ടുവന്നു അല്ലെ? അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. റൈറ്റ്. സോ ആൻസർ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി. അടുത്ത പ്രോബ്ലം. The average temperature of Monday, Tuesday and Wednesday is 20 degrees Celsius. Average temperature of Thursday, Friday, Saturday and Sunday is 30 degrees Celsius. Find the average temperature of the week എന്നുള്ളതല്ലേ ചോദ്യം. ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? മൺഡേ തന്നു, പ്ലസ് ട്യൂസ്ഡേ പ്ലസ് വെനസ്ഡേ എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത് നമ്മളോട്? 20 ഡിഗ്രി സെൽഷ്യസ്. എത്രയാണ്? 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ. പിന്നെ പറഞ്ഞു തേഴ്സ്ഡേ ഫ്രൈഡേ പിന്നെ ഏതാണ്? തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 30 ഡിഗ്രി സെൽഷ്യസ്. 30 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം വീക്കിലെ ആവറേജ് എത്രയാണല്ലേ? ഇവിടെ നോക്ക്, 1 2 3 ദിവസത്തേക്കാണ് 20 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ടോട്ടൽ എത്ര വരും? ആവറേജ് ഇൻറ്റു കൗണ്ട് 60 ഡിഗ്രി സെൽഷ്യസ് അല്ല? 20 × 3. ഇവിടെ 1 2 3 4 ദിവസത്തേക്കാണ് ആവറേജ് 30 ഡിഗ്രി. ടോട്ടൽ എത്ര വരും? 4 × 30 120 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ ഒരു വീക്കിലേക്ക് എത്രയായി? 60 + 120 ടോട്ടൽ 180 ഡിഗ്രി സെൽഷ്യസ് എന്നായി അല്ലെ? എത്ര ദിവസത്തേക്കാണ്? 3 4 7 ദിവസത്തേക്കാണ് എനിക്ക് 180 ഡിഗ്രി. അപ്പൊ ആവറേജ് എത്ര വരും? ടോട്ടൽ ഡിവൈഡഡ് ബൈ കൗണ്ട്. ടോട്ടൽ എത്രയാണ്? 180 ഡിവൈഡഡ് ബൈ എനിക്ക് 7 കിട്ടും. 18 ൽ 7 എത്ര തവണ പോകും? 7 7 × 2 14, 7 × 3 21. സോ 2 ടൈംസ് അല്ലെ? 14. ബാക്കി എത്ര വരും? 14 പോയി കഴിഞ്ഞാൽ ബാക്കി 40. 40 ൽ 7 എത്ര തവണ പോകും അല്ലെ? 7 × 5 35, 7 × 6 42. സോ 5 ടൈംസ് 35. ബാക്കി 5 50 പോവില്ല. 5 പോകാത്തതുകൊണ്ട് നമ്മൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ പോയിന്റ് ഇട്ട് കൊടുക്കും. 50 ൽ എത്ര തവണ പോകും? 7 ടൈംസ് അല്ലെ? 7 × 7 49 ആണ്. 50 ൽ 7 പോകും, ബാക്കി 1 ൽ 1 പോകും അല്ലെ? ബാക്കി എത്ര വരും? 1 0 ൽ 7 1 ടൈംസ് 25.71. ഓപ്ഷൻ ഏത് വരും നമുക്ക്? ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ സി 25.71 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ?